ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള റെനൈസൻസ് ആണ്. റെനൈസൻസിൽ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ വാഗ്ഭടാനന്ദയെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? വാഗ്ഭടാനന്ദ. അപ്പൊ ഈ വാഗ്ഭടാനന്ദ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. വാഗ്ഭടാനന്ദ എന്നൊരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെയൊക്കെ PSCയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സുകളൊക്കെ മനസ്സിലോട്ട് വരും അല്ലെ. ആത്മവിദ്യ സംഘം അല്ലെ, ഇങ്ങനൊരു സംഘടന സ്ഥാപിച്ചു. മലബാറിലെ നാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനാണ്. ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് PSCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും സന്തോഷം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നേരത്തെ പഠിച്ചിട്ടുള്ളവരാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് GK ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ വാഗ്ഭടാനന്ദയെ കുറിച്ചാണ്. അപ്പോൾ വാഗ്ഭടാനന്ദയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പഠിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ റീജ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പഠിക്കേണ്ടത് വാഗ്ഭടാനന്ദ. വാഗ്ഭടാനന്ദ ഇദ്ദേഹം ജനിച്ചത് 1885 ഏപ്രിൽ 27. 939 ഒക്ടോബർ 29. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ കുറെ പേരെ പഠിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലായി. ക്ലാസ് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം വരെ ഓക്കെയാണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് കൺഫ്യൂഷനൊക്കെ തുടങ്ങി. ബാക്കി ആളുകളെ പഠിച്ചപ്പം കൃത്യമായി ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു ബുദ്ധിമുട്ട് പലർക്കും ക്ലാസ് കഴിഞ്ഞപ്പോൾ കാണും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കൊരു ഓർമ്മയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കാനൊക്കെ കുറച്ച് പാട് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നടത്തിയാൽ മാത്രമേ ഇതൊക്കെ കൃത്യമായി ഓർത്തു വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറന്നുപോയി, അയ്യോ ഞാൻ പഠിക്കുന്നതെല്ലാം മറക്കും എന്ന് എഴുതി ടെസ്റ്റ് പഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പഠിച്ചെടുക്കാം. 1885 ഏപ്രിൽ 27 ജനിച്ചത്. ഇനി മരിച്ച ഡേറ്റും കൂടി ഇവിടെ ഉണ്ട്. 39, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പോയി. ഒക്ടോബർ 29, 29, 39, 27 ജനിച്ചു. ഓക്കെ ആണോ? ഇവിടെ 29, ഇവിടെ 28 കണ്ട. അപ്പൊ 1885 ഏപ്രിൽ 27. 1939 ഒക്ടോബർ 29, 29, 39. ഓക്കെ ആണ്. 85 ജനിച്ചത്, 39 ആയപ്പോൾ മരിച്ചു. ഇനി ജന്മഗൃഹം വയലേരി എന്ന വീടാണ് ജന്മഗൃഹം. ജന്മസ്ഥലമോ കണ്ണൂർ ജില്ലയിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ. കണ്ണൂർ ജില്ലയിലാണ് പാട്യം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. പിതാവ് കോരൻ ഗുരുക്കൾ, മാതാവ് വയലേരി വീട് കണ്ടോ, വയലേരി ചീരുവമ്മയാണ് മാതാവ്. വയലേരി ചീരുവമ്മ. ഇനി യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് യഥാർത്ഥ നാമം. ഒരു തീയർ കുടുംബത്തിലാണ് ജനിച്ചത്. തീയർ വിഭാഗത്തിൽ ജനിച്ച വ്യക്തിയാണ്. അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. അച്ഛനിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് ഓർത്തുകൂടെ? ഒരു കഥ പറയുന്ന പോലല്ലേ ഉള്ളു. ഞാൻ ഒരാളുടെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ഒരാൾ കഥ പറയുന്ന പോലല്ലേ ഉള്ളൂ. ഇദ്ദേഹം ജനിച്ചത് എന്നാണ്? 1885 ഏപ്രിൽ 27. മരിച്ചതോ 39 ഒക്ടോബർ 29. ഒക്ടോബർ എന്ന് വെച്ചാൽ 10ാം മാസം. ഇവർ തമ്മിൽ 10ന്റെ ഡിഫറൻസ്. 29, 39. ക്ലിയർ ആണോ? പിടികിട്ടുന്നുണ്ടോ? ഓക്കെ. ഇനി ജന്മഗൃഹം വയലേരി വീട്. ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. പാട്യം എന്ന സ്ഥലമാണ് നമ്മുടെ ജന്മസ്ഥലം. പിതാവ് കോരൻ ഗുരുക്കളും മാതാവ് വയലേരി ചീരുവമ്മയുമാണ്. യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ.
വയലേരി എന്ന് പറയുന്നത് ഒരു തീയർ തറവാട്ടിൽ ജനിച്ച വ്യക്തിയാണ്. വയലേരി എന്ന ഒരു തീയർ തറവാട്, ഈ വീട്ടിലാണ് ഇദ്ദേഹം ജനിച്ചത്. മാതാവിന്റെ പേര് വയലേരി ചീരുമമ്മ, ഇദ്ദേഹത്തിന്റെ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ. അച്ഛനിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. വി കെ ഗുരുക്കൾ എന്ന് അറിയപ്പെട്ടു. ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വി കെ ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ബാലഗുരു എന്നും അറിയപ്പെട്ടു. ബാലഗുരു എന്നും അറിയപ്പെട്ടു. അപ്പൊ വി കെ ഗുരുക്കൾ എന്നറിയപ്പെട്ടു, അതുപോലെ ബാലഗുരു എന്ന് അറിയപ്പെട്ടു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നു. ഇതാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു വിശേഷണമാണ്, മലബാറിലെ ശ്രീനാരായണ ഗുരു. ഇനി ഹിന്ദു മതത്തിൽ നിലനിന്ന അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്ത് അതിലെ വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് വാഗ്ഭടാനന്ദൻ. അപ്പൊ ഹിന്ദു മതത്തിൽ നിലനിന്ന അന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് അതിലുള്ള വിശ്വാസങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് ഒരു ചേഞ്ച് ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ. ഇദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഗുരു. ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കുഞ്ഞിക്കണ്ണനെ വാഗ്ഭടാനന്ദൻ എന്ന് വിളിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരുവാര് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്, ബ്രഹ്മാനന്ദ ശിവയോഗി. കുഞ്ഞിക്കണ്ണൻ എന്ന പേരുണ്ടായിരുന്ന, വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര്. ഈ പേര് മാറ്റിയത് പോലും ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വാഗ്ഭടാനന്ദൻ എന്ന് വിളിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്നാൽ കാലക്രമേണ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു വിമർശകനായി ഈ വാഗ്ഭടാനന്ദൻ മാറി. അപ്പോൾ സ്വന്തം ഗുരു ആയിരുന്നു, പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ എന്തായി? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം? നമുക്ക് തോന്നത്തില്ലേ, അയ്യോ ഗുരുവിൻ്റെ അടുത്ത് വിമർശകനാകുമോ എന്ന് നമുക്കൊരു സംശയം തോന്നും. മറ്റൊന്നും കൊണ്ടല്ല, ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ആനന്ദ മഹാസഭയിലെ അതിൽ വ്യക്തിപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങള്, സംഘർഷങ്ങളൊക്കെ വാഗ്ഭടാനന്ദൻ ഉണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് ആ ഒരു ഐഡിയോളജിയോട് വാഗ്ഭടാനന്ദന് എതിർപ്പുണ്ടായിരുന്നു. അതാണ് അകന്നു പോകാൻ കാരണമായത്. പിന്നെ പറയുകയാണെങ്കിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന മതാചാരങ്ങൾ, വിശ്വാസങ്ങളെയൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗി നിരാകരിച്ചു. ഇതും ഒരു തർക്കത്തിലേക്ക് നയിച്ചു. ഇതാണ് പ്രധാനമായ കാരണം. അപ്പോ നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദന് പേരിട്ടു, വാഗ്ഭടാനന്ദൻ എന്ന. കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു അതുവരെ പേര്. ഇദ്ദേഹത്തിന്റെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു വാഗ്ഭടാനന്ദൻ. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അത് വിമർശകൻ ആയി വാഗ്ഭടാനന്ദൻ മാറുന്നു. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചത്, അത് ഐഡിയോളജിയിലെ ഡിഫറൻസും, പിന്നെ മറ്റൊരു കാര്യം, മതപരമായ പണ്ട് മുതലേ നിലനിന്ന പല ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ബ്രഹ്മാനന്ദ ശിവയോഗി നിരാകരിച്ചു. ഇതൊക്കെയാണ് ഈ ഒരു തർക്കത്തിലേക്ക് കലാശിച്ചത്. ഇനി വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തെരഞ്ഞെടുത്ത വ്യക്തി രാജാറാം മോഹൻ റോയിയാണ്. ആധുനിക നവോത്ഥാനത്തിന്റെ പിതാവായ ബ്രഹ്മസമാജം 1828 ഓഗസ്റ്റിൽ സ്ഥാപിച്ച രാജാറാം മോഹൻ റോയിയാണ് വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകാ പുരുഷനായി തെരഞ്ഞെടുത്തത്. ഇനി കോഴിക്കോട് ജില്ല, കാരപ്പറമ്പ് എന്ന സ്ഥലം. വാഗ്ഭടാനന്ദൻ ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയമാണ് ഇദ്ദേഹം സ്ഥാപിച്ചത്. 1906 കാലഘട്ടം, കോഴിക്കോട് ജില്ലയാണ്, കാരപ്പറമ്പ് എന്ന സ്ഥലമാണ്. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക. ഇത്രയും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ 1885 ഏപ്രിൽ 27 ജനിച്ചു. വയലേരി വീട്, കണ്ണൂർ. പാട്യം, പിതാവ് കോരൻ ഗുരുക്കൾ, മാതാവ് വയലേരി ചീരുവമ്മ. മാതാവ് പിതാവ് ചോദ്യം വന്നിട്ടുണ്ട്.
യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. യഥാർത്ഥ പേര് ബാല്യകാല നാമം ചോദിച്ചിട്ടുണ്ട്. ഗുരുവാര് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി ഗുരുവുമായി തെറ്റി. ബാലഗുരു, VK ഗുരുക്കൾ എന്നറിയപ്പെട്ടു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെട്ടു. 1939 ഒക്ടോബർ 29 അന്തരിച്ചു. ഹിന്ദു മതത്തിലെ അന്ധവിശ്വാസങ്ങളെയൊക്കെ മാറ്റി പരിഷ്കരിക്കാൻ ശ്രമിച്ചു. പിന്നെ പറയുന്നത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ മാതൃക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക്. കോഴിക്കോട് ജില്ല കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് ഇദ്ദേഹം ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. വന്നിട്ടുള്ളതാണ് തത്വപ്രകാശിക. ഇനി കോഴിക്കോട് തന്നെ വാഗ്ഭടാനന്ദൻ അയ്യതൻ ഗോപാലന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുന്നു. എന്നിട്ട് ബ്രഹ്മസമാജത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. അപ്പോ കോഴിക്കോട് തന്നെ ഇദ്ദേഹം ആരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി? കോഴിക്കോട് ഇദ്ദേഹം അയ്യതൻ ഗോപാലന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മസമാജം, നമ്മുടെ കേരളത്തിന്റെ ബ്രഹ്മസമാജത്തിന്റെ അമരക്കാരനാണ് അയ്യതൻ ഗോപാലൻ. അപ്പൊ രാജാറാം മോഹൻ റോയ് ഇദ്ദേഹത്തിന് ഓൾറെഡി ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോ ഈ കേരളത്തിലെ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചു. അപ്പൊ 905 കോഴിക്കോട് എത്തി ഇദ്ദേഹം അയ്യതൻ ഗോപാലന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും ബ്രഹ്മസമാജത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ബ്രഹ്മസമാജ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കീർത്തനങ്ങൾ രചിച്ചു. ഈ അയ്യതൻ ഗോപാലന്റെ ഭാര്യയാണ് കൗസല്യ അമ്മാൾ. കൗസല്യ അമ്മാളിന്റെ ജീവചരിത്രവും ഇദ്ദേഹം രചിച്ചു. അയ്യതൻ ഗോപാലൻ ആരാണ്? ഒരു ഡോക്ടറാണ് അല്ലെ. അദ്ദേഹമാണ് ബ്രഹ്മസമാജത്തിന്റെ അമരക്കാരൻ. അപ്പൊ ഈ അയ്യതൻ ഗോപാലന്റെ പത്നി കൗസല്യ അമ്മാൾ അവരുടെ ജീവചരിത്രം രചിച്ചു. ജാനകി അമ്മാൾ സഹോദരി, ആദ്യ വനിതാ ഡോക്ടർ, അത് കണ്ടു. അപ്പോൾ നമ്മള് ബ്രഹ്മാനന്ദ ശിവയോഗി, രാജാറാം മോഹൻ റോയി, അയ്യതൻ ഗോപാലൻ ഈ 3 വ്യക്തികളെ കൂടി വാഗ്ഭടാനന്ദൻ പഠിച്ചപ്പോൾ ഓർത്തു. ഇനി ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ഇങ്ങനൊരു കാർഷിക ബാങ്ക് ആരംഭിച്ചു. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം എന്നൊരു കാർഷിക ബാങ്ക് ആരംഭിച്ചു. ആര്? വാഗ്ഭടാനന്ദൻ. ഈ ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം പിന്നീട് ഊരാളുങ്കൽ ലേബർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി. ഊരാളുങ്കൽ ലേബർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ തൊഴിലാളികളുടെ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ വാഗ്ഭടാനന്ദനാണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം സ്ഥാപിച്ചത്. ഇതാണ് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഇനി രാജയോഗാനന്ദ കൗമുദി ഇങ്ങനൊരു യോഗശാല സ്ഥാപിച്ചു. 1911 രാജയോഗാനന്ദ കൗമുദി എന്നൊരു യോഗശാല ഇദ്ദേഹം സ്ഥാപിച്ചു. കോഴിക്കോട് ജില്ല കല്ലായിലാണ് സ്ഥാപിച്ചത്. കോഴിക്കോട് ജില്ലയിലാണ് കല്ലായിലാണ് രാജയോഗാനന്ദ കൗമുദി എന്നൊരു യോഗശാല ഇദ്ദേഹം സ്ഥാപിച്ചത്. ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ 1914 ആലുവ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. എന്നാണ് 1914 ആലുവ അദ്വൈത ആശ്രമത്തിലാണ് കണ്ടുമുട്ടുന്നത്. ആലുവയിലാണ് അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ക്ലിയർ ആണോ? തത്വപ്രകാശിക ആരാണ് ആരംഭിച്ചത്? കോഴിക്കോട് ജില്ലയിലെ വാഗ്ഭടാനന്ദനാണ്. തത്വപ്രകാശിക. രാജയോഗാനന്ദ കൗമുദി രചിച്ച യോഗശാല 2011 വാഗ്ഭടാനന്ദൻ, കല്ലായി, കോഴിക്കോട്. ശിവയോഗ വിലാസം ഈ വാരികയും കോഴിക്കോട് നിന്നാണ് ആരംഭിക്കുന്നത്? വാഗ്ഭടാനന്ദൻ ആരംഭിക്കുന്നത്. വാഗ്ഭടാനന്ദൻ ഒരു ആരാധന രീതി പ്രചരിപ്പിച്ചു. അത് നിർഗുണോപാസനയാണ്. നിർഗുണോപാസന ആരെയും ഉപദ്രവിക്കാത്ത ഒരു ഉപാസനയാണ്. വാഗ്ഭടാനന്ദൻ വിശ്വസിച്ച ദർശനം അദ്വൈത ദർശനമാണ്. അദ്വൈത ദർശനമാണ് വിശ്വസിച്ചത്. അദ്വൈത ആശ്രമത്തിലാണ് ഗുരുദേവനെ കണ്ടുമുട്ടിയത് 1914. ഇനി കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ നവോത്ഥാന നായകനാണ്. കാവി ഉപേക്ഷിച്ച് ഖദർ ഇട്ടു.
ഇദ്ദേഹം പ്രീതി ഭോജനം വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്കൊന്ന് ഓർക്കണം, ആരാണ് പന്തി ഭോജനം, ആരാണ് സമപന്തി ഭോജനം, ആരാണ് പട്ടിസദ്യ നടത്തിയത്, ആരാണ് മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പട്ടിസദ്യ ചട്ടമ്പി സ്വാമി, മിശ്ര ഭോജനം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവാ വിവാഹം ഇതിനൊക്കെ മുൻകൈ എടുത്ത വി.ടി. ഭട്ടതിരിപ്പാടിനെ പഠിച്ചു. എന്നാൽ അതിനു മുമ്പ് നടത്തിയതാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ കൊടുമുണ്ട കോളനി ഘോഷ ബഹിഷ്കരണം ഒക്കെ കണ്ടു. അപ്പോ മിശ്ര ഭോജനം ആരാന്ന് നമ്മൾ പഠിക്കുന്നത്? സഹോദരൻ അയ്യപ്പൻ. ക്ലിയർ ആണോ? അപ്പൊ പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദൻ. 1927. 1927. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനാണ്. അതുകൊണ്ടാണല്ലോ ഗുരുവിനെ കണ്ടുമുട്ടിയത്. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മലബാറിലെ നവോത്ഥാന നായകൻ. മലബാറില് ഈ ഒരു ഗുരുദേവന്റെ സമയത്തെ സമകാലികനായിട്ടാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കണക്കാക്കുന്നത്. കൂടെ ജീവിച്ചു എന്നുള്ള ഒരർത്ഥം മാത്രമേ സമകാലികനുള്ളൂ. ഇപ്പൊ നമ്മളുടെ ജീവിത കാലഘട്ടത്തിലാണ് മോദിയും ജീവിക്കുന്നത്, അല്ലെ? ഇപ്പൊ മോദിയുടെ സമകാലികരാണ് നമ്മൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെയൊക്കെ സമകാലികരാണ് നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ ലൈഫ് ടൈം ഒരുപോലെയാണെങ്കിൽ നമുക്ക് അവരുടെ സമകാലികരാണ് എന്ന് പറയും. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ മലബാറിലെ സമകാലികനായ നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞിട്ട് PSC ഓപ്ഷന് ചോദിച്ചപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാനന്ദ ശിവയോഗി. ഗുരുവിനെ കണ്ടുമുട്ടി വാഗ്ഭടാനന്ദൻ എവിടെയാണ്? 1914 അദ്വൈതാശ്രമം എവിടെ? ആലുവ. എന്നാൽ ഈ ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠ ചെയ്യത്തില്ലേ? ഗുരു ഓരോരുത്തടുത്ത് പോയി വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ നടത്തി ഓം എന്നെഴുതി ഓരോന്നൊക്കെ പ്രതിഷ്ഠിച്ചില്ലേ? ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന് അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വാഗ്ഭടാനന്ദന്റെ ഫേവറേറ്റ് പേഴ്സൺസ് ആരൊക്കെയായിരുന്നു? വാഗ്ഭടാനന്ദന് ഇഷ്ടപ്പെട്ടത് രാജാറാം മോഹൻ റോയിയും അയ്യതൻ ഗോപാലനെയൊക്കെയാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചു, അല്ലെ? യർവാദ ജയിൽ 1932 BR അംബേദ്കറും ഗാന്ധിജിയും കൂടെ തെറ്റുന്നു. അങ്ങനെ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? നിരാഹാരം തുടങ്ങുന്നു. അങ്ങനെ മദൻ മോഹൻ മാളവ്യയും BR അംബേദ്കറും കൂടെ ജയിലിന് പുറത്തു വെച്ച് ഗാന്ധിജിയെ കണ്ട് കോംപ്രമൈസ് ചെയ്യുകയാണ്. അപ്പോ ഈ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി ലേഖനം എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി ലേഖനം എഴുതിയത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ചത് വാഗ്ഭടാനന്ദയാണ്. ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയാണ് ഇദ്ദേഹം എതിർത്തത്. പല വിശ്വാസങ്ങളെയും ആധുനിക രീതിയിൽ നവീകരിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. അല്ലാതെ ഹിന്ദു മതം വേണ്ട എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ബ്രഹ്മാനന്ദ ശിവയോഗിയോട് ഇദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഗുരുദേവൻ വിഗ്രഹ പ്രതിഷ്ഠകളൊക്കെ നടത്തിയതിനെയും ഇദ്ദേഹം എതിർത്തു. അപ്പൊ ഹിന്ദു മതത്തിൽ ഇദ്ദേഹം വിശ്വസിച്ചു. അതിനകത്ത് ചില പരിഷ്കാരങ്ങൾ നടത്തിയാൽ ഇത് അടിപൊളിയാണ് എന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത്? മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ആകെ ഒരു 10-20 പോയിന്റ്സ് പറയുവാണെങ്കിൽ എളുപ്പമുണ്ട് ഓർക്കാൻ, എപ്പോഴും എളുപ്പമുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ രീതി അറിയാമല്ലോ. ഇപ്പൊ പഴയ രീതിയാണെങ്കിൽ എനിക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു 10 പോയിന്റ്സ് അല്ലെങ്കിൽ 12 പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി മാറ്റമാണ്. എവിടെ നിന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ. അതായത് ഈ നവോത്ഥാന നായകരിൽ എപ്പോഴും ഒരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പഴയ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. പലരിലും പഴയ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കുമെങ്കിലും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ പുതിയൊരു കാര്യങ്ങൾ, പുതിയൊരു ടേം അവരുടെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതിൽ നമ്മൾ അത് സോർട്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കിയിട്ടാണ് നിങ്ങളിൽ എത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇവരുടെയൊക്കെ വലിയ വലിയ ജീവചരിത്രങ്ങൾ, വലിയ പുസ്തകങ്ങളാണ് ഇവരുടെയൊക്കെ ഉള്ളത്. അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന മാത്രമാണ് ഈ കൊണ്ടുവരുന്നത്. ഈ ഒരു വാഗ്ഭടാനന്ദം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് ഇനി നഷ്ടപ്പെടാൻ പാടില്ല ഒരിക്കലും. അതുകൊണ്ടാണ് ഇത്രയും കണ്ടന്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
1885 ഏപ്രിൽ 27 ജന്മഗൃഹം വയലേരി വീടാണ്. കണ്ണൂർ ജില്ല പാട്യത്താണ് ജനിച്ചത്. പിതാവ് കോരൻ ഗുരുക്കളാണ്. മാതാവ് വയലേരി ചീരുവമ്മയാണ്. യഥാർത്ഥ പേരെന്താണ്? ആലോചിക്കുക. വയലേരി കുഞ്ഞിക്കണ്ണൻ. ഇനി തീയർ കുടുംബമാണ്. സംസ്കൃത പണ്ഡിതനാണ് അച്ഛൻ. 39 ഒക്ടോബർ 29 അന്തരിച്ചു. VK ഗുരുക്കൾ ബാലഗുരു എന്ന് അറിയപ്പെട്ടു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെട്ടു. ഇനി അന്ധവിശ്വാസങ്ങൾ അല്ലെ, അതാണ് മാറ്റാൻ ശ്രമിച്ചത്. ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പിന്നീട് ഇവർ തമ്മിൽ എതിർപ്പാകുന്നു. ഇനി ഇദ്ദേഹം മാതൃകയായി തിരഞ്ഞെടുത്തത് രാജാറാം മോഹൻ റോയിയാണ്. ഇനി കോഴിക്കോട് കാരപ്പറമ്പ് വാഗ്ഭടാനന്ദൻ സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. തത്വ പ്രകാശിക. വാഗ്ഭടാനന്ദൻ അയ്യതൻ ഗോപാലനെ ഇഷ്ടപ്പെടുന്നു. ബ്രഹ്മസമാജ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവിടെ വരുന്നു. അങ്ങനെ അവിടെ താമസിക്കുന്നു. ബ്രഹ്മസമാജ പ്രാർത്ഥനകൾക്ക് കീർത്തനങ്ങൾ രചിച്ചു. ഭാര്യയായ കൗസല്യമ്മാളുടെ ജീവചരിത്രവും തയ്യാറാക്കി. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്നൊരു കാർഷിക ബാങ്ക് ആരംഭിച്ചു. ഇതാണ് പിന്നീട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആകുന്നത്. ഇതാണിപ്പോൾ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. രാജയോഗാനന്ദ കൗമുദി എന്നൊരു യോഗശാല ആരംഭിച്ചു. കോഴിക്കോട് ജില്ല കല്ലായി. കൂടുതലും കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ പ്രവർത്തനങ്ങൾ. 1914 അദ്വൈതാശ്രമം ആലുവയിൽ വെച്ചിട്ടാണ് ഗുരുദേവനെ കാണുന്നത്. ഗുരുദേവന്റെയും വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ ഇദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഇനി ശിവയോഗ വിലാസം എന്ന വാരിക കോഴിക്കോട് നിന്ന് ആരംഭിച്ചു. വാഗ്ഭടാനന്ദന്റെ ആരാധന രീതി ഒരു നിർഗുണോപാസനയായിരുന്നു. അദ്വൈത ദർശനം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അത് വിശ്വസിച്ചു. കാവ്യ ഉപേക്ഷിച്ചു. ഖദർ അണിഞ്ഞു. പ്രീതി ഭോജനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഴിക്കോട് ജില്ല 1927 വർഷവും ഡേറ്റും ഒക്കെ ഓർക്കുക. സമകാലികനെ കണ്ടു. വിഗ്രഹ പ്രതിഷ്ഠ എതിർത്തു. കമ്മ്യൂണൽ അവാർഡ് ഗാന്ധിജി. ഇദ്ദേഹം ഒരു ഗാന്ധിയനും കൂടിയായിരുന്നു കേട്ടോ. നിർഗുണോപാസന കണ്ടില്ലേ, അതുപോലെ ഒരു ഗാന്ധിജിയുടെ തത്വചിന്തകൾ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടു കൂടി ഇദ്ദേഹം എഴുതി. ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ഇദ്ദേഹം വാദിച്ചു. ഇനി ചില സംഭവങ്ങൾ പറയുകയാണ്. ചിലതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം, ചിലതൊക്കെ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ട്, സംഭവം എന്തുവാന്ന് അറിയത്തില്ലായിരിക്കും. എക്സാമിന് ഇങ്ങനത്തെ ടേംസ് ചോദിക്കും. കൊട്ടിയൂർ ഇളനീരാട്ടം. അപ്പൊ കൊട്ടിയൂർ ക്ഷേത്രത്തില് നിലനിൽക്കുന്ന ഇളനീരാട്ടം എന്നൊരു ആചാരമുണ്ട്. ഇതിനെതിരെ വാദിച്ച നവോത്ഥാന നായകനാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ. ഇദ്ദേഹം ഹിന്ദു മതത്തിലെ പല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തു. അപ്പൊ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശോക ഉത്സവം ഒരു പ്രധാന ചടങ്ങായിരുന്നു ഇളനീരാട്ടം. ഈ ചടങ്ങില് തീയർ സമുദായക്കാർ കൊണ്ടുവരുന്ന ഇളനീർ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നു. ഇളനീരാട്ട് പോലുള്ള ആചാരങ്ങൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഇദ്ദേഹം കണ്ടെത്തി. ഇദ്ദേഹം കരുതുകയാണ് കേട്ടോ. ഇനി ഈ ആചാരത്തില് ചില പ്രത്യേക സമുദായങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. അത് ഇദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം എല്ലാവരിലും ഒരു ഇക്വാലിറ്റി, സമത്വം വേണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ അസമത്വം വളർത്തുന്ന ഏതൊരു ആചാരവും തെറ്റാണ് എന്ന് ഇദ്ദേഹം വാദിച്ചു. അപ്പൊ ഇളനീരാട്ട് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പല കാരണങ്ങളാണ്. ഒന്ന്, അന്ധവിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. രണ്ട്, ചില സമുദായക്കാർ മാത്രമേ ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ, അസമത്വം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്താണ്, ഇത് എന്ന് വെച്ചാല് പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാക്കുന്നു എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പറഞ്ഞു. കാര്യം ഇളനീര് കുടിക്കാനുള്ളതാണ്. അപ്പൊ ഇത് കൊണ്ടുവന്ന് ഒരുപാട് ഇത് അമിതമായി വേസ്റ്റ് ആക്കി കളയുന്നു എന്നുള്ള രീതിയിലും ഇദ്ദേഹത്തിന് താല്പര്യക്കുറവ് വന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തില് നിലനിന്ന ഇളനീരാട്ടം വൈശാഖോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന ചടങ്ങായിരുന്നു. തീയർ സമുദായത്തിൽ ഉണ്ടായിരുന്ന ചടങ്ങായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ആശയങ്ങൾ കൂടുതൽ വ്യക്തമായി പ്രകടിപ്പിക്കാൻ ഇദ്ദേഹം കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നൊരു കൃതി രചിച്ചു. ഈ പാട്ടിൽ അദ്ദേഹം ഇളനീരാട്ട് പോലുള്ള ആചാരങ്ങളുടെ അർത്ഥശൂന്യതയെക്കുറിച്ച് വിമർശിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഇദ്ദേഹം രചിച്ച പാട്ട് കൊട്ടിയൂർ ഉത്സവ പാട്ട്. ഇനി യജമാനൻ എന്ന മാസിക ആരംഭിച്ചു. പ്രീതി ഭോജനം യജമാനൊക്കെ സ്ഥിരം ചോദ്യമാണ്. യജമാനനും ഉണ്ട്, വേലക്കാരനുണ്ട്. വേലക്കാരനൊക്കെ നമ്മൾ പഠിക്കും, അയ്യപ്പനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ വാഗ്ഭടാനന്ദൻ യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് 1939 കോഴിക്കോട് നിന്നാണ്. 39 അന്തരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് ചെയ്തതാണ് യജമാനൻ എന്നൊരു മാസിക ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാരായണീയത്തെ കുറിച്ചുള്ള 16 തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരും മുൻപ് രോഗബാധിതനായി കിടപ്പിലാവുകയും 1939 ഒക്ടോബർ 29 അന്തരിക്കുകയും ചെയ്തു. അപ്പൊ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ്.
ഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം എന്ന ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, നാരണീയത്തെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. 16 തിങ്കളാഴ്ച പ്രസംഗിക്കേണ്ടതായിരുന്നു. ആ ഒരെണ്ണം തീരുന്നതിന് മുമ്പ് തന്നെ ബാധിതനാകുന്നു, കിടപ്പിലാകുന്നു, പിന്നെ അന്തരിക്കുന്നു. സുകുമാർ അഴീക്കോട് തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. അപ്പൊ സുകുമാർ അഴീക്കോട് തന്റെ കൃതിയായ തത്വമസിയിൽ പരാമർശിക്കുന്നു. സുകുമാർ അഴീക്കോട് തന്റെ കൃതിയായ ഏതിലാണ് പരാമർശിക്കുന്നത്? തത്വമസി. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. അപ്പൊ നമ്മുടെ വാഗ്ഭടാനന്ദൻ ആചാരങ്ങളല്ല, ആർഷ സന്യാസിയാണ് എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്. തത്വമസി എന്ന കൃതിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നു. ഇനി 1900. ഹായ് അജിത, ലേറ്റ് ആയിപ്പോയി, അറിഞ്ഞില്ലേ അജിത? അപ്പൊ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം എവിടെയാണ്? 1932 ആത്മവിദ്യാ മഹോത്സവം നടന്നത് പുന്നപ്ര, ആലപ്പുഴ ജില്ലയിലാണ്. ഇദ്ദേഹത്തിന്റെ കൂടുതൽ പ്രവർത്തനങ്ങളും എവിടെയാണ്? കോഴിക്കോടാണ്. ഇത് പുന്നപ്രയിലാണ് ആത്മവിദ്യാ മഹോത്സവം. ഇനി ഇദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ, അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എതിരിട്ടു. ഭാരതീയ ചിന്തയുടെ ആധാരമായ അദ്വൈത ദർശനം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകണം, ആ ഒരു രീതിയിൽ അവതരിപ്പിച്ച് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുകയെന്ന അതിസാഹസിക പോരാട്ടം ഇദ്ദേഹം നടത്തി. അദ്വൈത ദർശനം ഇദ്ദേഹം വിശ്വസിച്ചു, അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു. സുകുമാർ അഴീക്കോടുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ്സ് തത്വമസി എന്ന കൃതിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നു. ആർഷ സന്യാസി അല്ല, ആർഷ സന്യാസിയാണ്, ആചാര സന്യാസി അല്ല എന്ന് പറഞ്ഞു. ക്ലിയർ ആണ്? ഇനി ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. 1924 കാരക്കാട്ട് ആത്മവിദ്യാ സംഘം LP സ്കൂൾ എന്ന വിദ്യാലയം ആരംഭിച്ചു. അതായത് ഇവരിങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇവരുടെ കുട്ടികളെ ഒന്നും സ്കൂളിൽ പഠിപ്പിക്കാതെയൊക്കെയായി. അന്നേരം ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് സ്കൂളിൽ സ്വന്തം മക്കളെ അയക്കാൻ പറ്റാതായപ്പോൾ അവർ തന്നെ ഒരു സ്കൂൾ സ്ഥാപിച്ചു, LP സ്കൂള് ആരംഭിച്ചു. മനസ്സിലായി? അപ്പോ LP സ്കൂള് ആരംഭിച്ചു. രാജാറാം മോഹൻ റോയെ ഇദ്ദേഹം ഇഷ്ടപ്പെട്ടു. രാജാറാം മോഹൻ റോയ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു. അയ്യതൻ ഗോപാലിനെ ഇഷ്ടപ്പെടുകയും ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഗാന്ധിജിയെയും ഇഷ്ടപ്പെട്ടു. ഇനി മനുഷ്യൻ അറിവ് നൽകാൻ പാഠശാലകൾ, കുറെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു. സംസ്കൃത സ്കൂൾ, LP സ്കൂൾ, ഇങ്ങനെ കുറച്ച് പാഠശാലകൾ സ്ഥാപിച്ചു. ആശയ രൂപവൽക്കരണം, ആശയ സംവാദം നടത്താൻ പ്രബോധന സംഘടനകൾ രൂപീകരിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചർച്ച ചെയ്യുക. ഈ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സംഘടനകൾ രൂപീകരിച്ചു. ആശയവിനിമയത്തിന് പത്രസ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കൂ, സാമ്പത്തികമായി സ്വാശ്രയത്വം കൈവരിക്കൂ, അതിനുവേണ്ടി സഹകരണ സംഘങ്ങളൊക്കെ രൂപീകരിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഹൃദ്യമാകുന്ന പ്രാർത്ഥനകൾ, ധ്യാന രീതികളൊക്കെ കൊണ്ടുവന്നു. ഒരു കവിയാണ്, പത്രപ്രവർത്തകനാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, തൊഴിലാളികളെ സംരക്ഷിച്ചവനാണ്, വിമർശകനായിരുന്നു, പലതിൻ്റെയും തത്വചിന്തകനായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യക്തി, ഒരുപാട് മേഖലകളിൽ കൈവച്ച ഒരു വ്യക്തി, എല്ലാവരുടെ അടുത്ത് ഓടിയെത്തി എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? എന്താണ് കൊട്ടിയൂർ ഇളനീരാട്ടം എന്ന് മനസ്സിലായോ? ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആത്മവിദ്യാ സംഘം. പ്രീതിഭോജനം ചോദിക്കും, യജമാനൻ എന്ന മാസിക ചോദിക്കാറുണ്ട്, കുഞ്ഞിക്കണ്ണൻ ചെറുപ്പത്തിൽ അറിയപ്പെടുന്നത് ആര് ചോദിക്കും. ക്ലിയർ ആണ്?
ഇനി നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നതാണ്. ആത്മവിദ്യാ സംഘം 1917 സ്ഥാപിച്ചു. 1917. ഇതിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ഇതും ചോദ്യമാണ്. ആത്മവിദ്യാ സംഘം ഇതിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. അപ്പൊ പണ്ട് കാലത്തെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വായിക്കാനൊന്നും വലിയ വിദ്യാഭ്യാസമില്ല. അപ്പൊ കവിതകള്, നാടകങ്ങള് ഇതൊക്കെ എഴുതി, അപ്പൊ ഇത് പത്രങ്ങള്, അപ്പൊ ഇതൊക്കെ ആളുകളങ്ങ് എന്താണ് ഒരു വട്ടം വായിക്കുമ്പോൾ ഇത് ആളുകൾ ഇങ്ങനെ പാടുന്നു, അങ്ങനെ ജനങ്ങളിലേക്ക് എത്തി പോകുന്നു. അപ്പോൾ പ്രസംഗങ്ങളും ഒക്കെ, നാടകങ്ങളും കവിതകളും ഒക്കെയാണ് പണ്ട് നവോത്ഥാന നായകന്മാർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിച്ചത്. സ്വതന്ത്ര ചിന്താമണി 1921. ഇത് രചിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റായി കരുതപ്പെടുന്ന ഒരു പുസ്തകമാണ് ആത്മവിദ്യാ കാഹളം. അപ്പോൾ ഇതിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിത ഉണ്ടത് സ്വതന്ത്ര ചിന്താമണിയാണ്. 1921 നമ്മുടെ വാഗ്ഭടാനന്ദൻ രചിച്ചു. എന്നതിന്റെ മാനിഫെസ്റ്റായി കരുതുന്നത് ഒരു പുസ്തകമുണ്ട്, ആത്മവിദ്യാ കാഹളം. ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവകേരളം. സ്വതന്ത്ര ചിന്താമണി കണ്ടു, ആത്മവിദ്യാ കാഹളം കണ്ടു, ഇപ്പോ പറയുന്നു മുഖപത്രം അഭിനവ കേരളം. 1921 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു വാരികയാണ് അഭിനവ കേരളം. അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ, സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം. അത് 1929 ആരംഭിച്ചു. അഭിനവ കേരളം അതിന്റെ മുഖപത്രം, ഒരു വാരികയാണ്. ഇതിനൊരു മുദ്രാവാക്യമുണ്ട്, സ്ഥിരം ചോദ്യമാണ്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇതാണ് ഇതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. എങ്ങനെ തുടങ്ങുന്ന വാരിക ഏത്? ഈ വാക്കുകളിൽ തുടങ്ങുന്ന വാരിക ഏത് എന്നാണ് PSC ചോദ്യം. അഭിനവ കേരളമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി പുതിയൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഏറ്റുമാറ്റം. അതിനു മുമ്പ് റിവിഷൻ ആണ്. വാഗ്ഭടാനന്ദൻ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായ ഒരു 10 പോയിന്റ്സ് പറയാം. വാഗ്ഭടാനന്ദനുമായി മനസ്സിലായ ഏതെങ്കിലും ഒക്കെ ഒരു 10 പോയിന്റ്സ് നിങ്ങൾക്ക് ഇപ്പോ പറയാം. ഹായ് സാന്ദ്ര. അപ്പോ ആദ്യ പോയിന്റ്സ്, ഇത് 1885 ജനിച്ചത്, ഏപ്രിൽ 27. 39 ഒക്ടോബർ 29 മരിച്ചത്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് പൂർണ്ണമായ നാമം. മലബാറിലെ നാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു. ഡോക്ടർ അയ്യതൻ ഗോപാലന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മോഡൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ്. ഗാന്ധിയിസം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഗാന്ധിജിക്ക് വേണ്ടി 1932 ഗാന്ധിജി ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ ആത്മാവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ലേഖനം എഴുതി. യജമാനൻ എന്ന മാസിക ഇദ്ദേഹത്തിൻ്റെതാണ്. അഭിനവ കേരളം മുഖപത്രം, സ്വതന്ത്ര ചിന്താമണി ഇദ്ദേഹത്തിൻ്റെതാണ്. ആത്മവിദ്യാ കാഹളം, ആത്മവിദ്യാ സംഘം രൂപീകരിച്ചു. പ്രീതി ഭോജനം നടത്തി 1927. മിശ്ര ഭോജനമാണിത്. ക്ലിയർ ആണ്? പ്രീതി ഭോജനം നടത്തി. സ്കൂളുകൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയങ്ങൾ, LP സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു. കവിയാണ് ഇദ്ദേഹം. വിമർശകനായിരുന്നു. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയൊക്കെ വിമർശിച്ചു. അതുപോലെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠയെ വിമർശിച്ചു. എന്നാൽ ഗുരുവിനെ 1914 കണ്ടുമുട്ടി. ഗുരുവിനെ ഇഷ്ടമൊക്കെയാണ്. ഗുരുവിന് വേണ്ടി നാരായണീയം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മരിക്കുന്നത് പോലും. ക്ലിയർ ആണ്? മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ട്? VK ഗുരുക്കൾ എന്ന് അറിയപ്പെട്ടു. ബാലഗുരു എന്ന് വിളിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. വയലേരി വീട്, കണ്ണൂർ കോരൻ ഗുരുക്കൾ, വയലേരി ചീരുവമ്മ, തീയർ ഫാമിലി. ഇദ്ദേഹം കൊട്ടിയൂർ ഇളനീരാട്ട് അതിനെതിരെ സംസാരിച്ചു. പിന്നെ വിമർശകൻ. രാജാറാം മോഹൻ, തത്വപ്രകാശിക, കൊല്ലം കോഴിക്കോട് ജില്ല, തത്വപ്രകാശിക. അയ്യതൻ ഗോപാലൻ, ഊരാളുങ്കൽ ഐക്യനാണയ സംഘം, അത് രാജയോഗാനന്ദ കൗമുദി, കല്ലായി കോഴിക്കോട്. ശിവയോഗ വിലാസം വാരിക 2014. നിർഗുണോപാസന, അദ്വൈത ദർശനം, പ്രീതി ഭോജനം, ബ്രഹ്മാനന്ദ ശിവയോഗിയെ എതിർക്കുന്നു, വിഗ്രഹ പ്രതിഷ്ഠ എതിർക്കുന്നു.
പിന്നെ ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു. കൊട്ടിയൂർ ഇളനീരാട്ടിനെതിരെ പറയുന്നു. യജമാനൻ എന്ന മാസിക 39. ക്ലിയർ ആണ്. ഇനി സുകുമാർ അഴീക്കോട് തത്വമസി. സുകുമാർ അഴീക്കോട് പറഞ്ഞു ആർഷ സന്യാസിയാണ്, ആചാര സന്യാസി അല്ല. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചു. ആത്മവിദ്യാ മഹോത്സവം പുന്നപ്ര 32. പിന്നെ മനുഷ്യനെ മനുഷ്യനാക്കണം എന്ന് ഇദ്ദേഹം പറയുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ, പ്രബോധന സംഘടന, പാഠശാലകൾ കുട്ടികൾക്ക്, പത്രസ്ഥാപനങ്ങൾ, അടിമത്തിൽ നിന്ന് മോചനം നേടണം, സാമ്പത്തിക ആശ്രയത്വം നേടണം എന്നൊക്കെ പറയുന്നു. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. വർഷം വേണം. 1917. 27 10 വർഷം കഴിഞ്ഞപ്പോഴോ പ്രീതി ഭോജനം. സ്വതന്ത്ര ചിന്താമണി, ആത്മവിദ്യാ കാഹളം, അഭിനവ കേരളം. പിന്നെ ആത്മവിദ്യാ കാഹളം 1929. അഭിനവ കേരളവും സ്വതന്ത്ര ചിന്താമണിയും കണ്ടു. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന മുദ്രാവാക്യവും ഓർക്കുക. എന്താണ് ഏറ്റുമാറ്റം? എന്താണ് ഏറ്റുമാറ്റം? ഏറ്റുമാറ്റം എന്ന് പറയുന്നത് ഒരു അനാചാരമായിരുന്നു. ആചാരങ്ങളും ഉണ്ട്, അനാചാരങ്ങളും ഉണ്ട്. ഒരു കുടുംബത്തിലെ ആദ്യത്തെ മകനെ ദേവന്മാർക്ക് സമർപ്പിക്കും. അവനെ ഒരു ക്ഷേത്രത്തിൽ താമസിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലിയിലെ ആദ്യ മകനാണെങ്കിൽ അവനെ എന്ത് ചെയ്യും? അവനെ അങ്ങ് ദേവന് കൊടുക്കും. അതായത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. അപ്പൊ ആ കുട്ടിക്ക് അച്ഛൻ്റെ അമ്മയുടെയും കരുതലൊന്നുമില്ല, ആ കുട്ടിയെ അങ്ങ് കൊടുക്കുവാണ്. അപ്പൊ ഈ ആചാരം കുട്ടികളുടെ അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെട്ടു. കുട്ടികളെ അവരുടെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തി അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം ഇതൊക്കെ ഇതിനെ ബാധിച്ചു. അപ്പൊ വാഗ്ഭടാനന്ദൻ ഏറ്റുമാറ്റ് പോലുള്ള അനാചാരങ്ങളെ ശക്തമായി വിമർശിച്ചു. ഇത്തരം ആചാരങ്ങൾ മനുഷ്യത്വ വിരുദ്ധമാണെന്നും ഇവ ഇല്ലാതാക്കണമെന്നും അദ്ദേഹം വാദിച്ചു. ഇത് കടത്തനാട്ടിലൊക്കെയാണ് കാണപ്പെട്ടത്. കടത്തനാട്ടിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളിലും സമരങ്ങളിലും ഏറ്റുമാറ്റിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം ജനങ്ങൾ എന്ത് ചെയ്തു? ഇതിനെ അംഗീകരിച്ചു. അങ്ങനെ കടത്തനാട്ടിലെ ഏറ്റുമാറ്റ് പോലുള്ള അനാചാരങ്ങൾ കുറഞ്ഞു. അപ്പോ ഏറ്റുമാറ്റം എന്താന്ന് മനസ്സിലായോ? കുടുംബത്തിലെ മൂത്ത പുത്രൻ, ഒരു മകൻ ജനിച്ചാൽ കൊണ്ടുപോയി ദേവന് സമർപ്പിക്കും. അപ്പൊ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ല, കുടുംബത്തിലോട്ട് വരാൻ പറ്റത്തില്ല, അത് ഒറ്റപ്പെട്ടു പോകുന്നു. അപ്പൊ കുട്ടികളെ ഇത് മാനസികമായി ബാധിക്കുന്നു, മനുഷ്യത്വരഹിത പ്രവർത്തനമാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെ ഹിന്ദു മതത്തിൽ നിന്ന് ചില അനാചാരങ്ങളെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? എതിർത്തത്, അല്ലാതെ ഹിന്ദു മതത്തെ അല്ല. ക്ലിയർ ആണ്? ചില അനാചാരങ്ങൾ മാറ്റിയാൽ ഇത് നല്ലതാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആ അനാചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു. പല അനാചാരങ്ങളെ തുടച്ചു നീക്കാനും പോരാടി. ഇനി വാഗ്ഭടാനന്ദന്റെ ചില വരികൾ. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. പിടികിട്ടിയോ? അപ്പൊ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് ചില വരികളാണ് പഠിക്കാൻ പോകുന്നത്. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാണ് അഭിനവ കേരളത്തിന്റെ ആ ഒരു വാരികയിലെ തുടക്ക വരികൾ. 4 സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടും. അപ്പൊ ഒരാൾക്ക് കുറച്ച് പൈസ കിട്ടി, അയാൾ അത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അപ്പുറത്ത് കുറച്ച് ആളുകൾ പൈസ ഇല്ലാതെ അവിടെ കിടന്ന് പട്ടിണി കിടക്കുക. ഒരുപാട് രൂപ സൂക്ഷിക്കുവാണെങ്കിൽ ഒത്തിരി ജനങ്ങൾ ഇപ്പുറത്ത് പട്ടിണിയായി പോകും, അല്ലെ? അപ്പൊ പൈസ സൂക്ഷിക്കും തോറും ആര് പട്ടിണിയാവുന്നു? ദാരിദ്ര്യമുള്ളവർ പട്ടിണിയായി പോകുന്നു, പാവപ്പെട്ടവർ പട്ടിണിയാകുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു. എന്ന് കരുതി നമ്മൾ അത്യാവശ്യത്തിന് സൂക്ഷിക്കണം, അല്ലെ? ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ സൂക്ഷിച്ചേ പറ്റൂ. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, ജന്മിയുടെ മാത്രം പൈസയുണ്ട്, പാവപ്പെട്ടവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അതൊരുമാണ് അദ്ദേഹം പറഞ്ഞത്. 4 സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുകയാണ്. അനവധി പണം സൂക്ഷിക്കുന്നവനാണെങ്കിൽ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഏവരും ഹരിക്കുമക്കളാണ്, ആ വഴിക്ക് സഹജങ്ങൾ സർവരും. എല്ലാരും ഈ ഭൂമിയുടെ മക്കളാണ്, എല്ലാരും ആ വഴി നോക്കുമ്പോൾ സഹോദരങ്ങളാണ് എന്നാണ് അർത്ഥം.
ഒക്കെയാണ്, എല്ലാവരും ഈ ഭൂമിയുടെ മക്കളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും തുല്യരാണ്, എല്ലാവരും സഹോദരന്മാരാണ്, സഹോദരന്മാരാണ്. ഇപ്പൊ ജാതി വ്യവസ്ഥയൊന്നും വേണ്ട, എല്ലാവരും ഒരമ്മയുടെ മക്കളാണ് എന്നർത്ഥത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ വരികൾ. ഇനി പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആത്മവിദ്യ, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും. ആത്മവിദ്യ എന്ന പുസ്തകം, ഗാന്ധിജി ശാസ്ത്ര വ്യാഖ്യാനം എന്ന പുസ്തകം. ക്ലിയർ ആണോ? ഈശ്വര വിചാരം, ആത്മവിദ്യ ലേഖമാല. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഇളനീരാട്ടിന് എതിരെ വന്നതാ. അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി. അധ്യാത്മയുദ്ധം കണ്ടു, പ്രാർത്ഥനാഞ്ജലി കണ്ടു. അപ്പൊ പുസ്തകങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. ആത്മവിദ്യ, സ്വതന്ത്ര ചിന്താമണി കണ്ടു, ആത്മവിദ്യ കാഹളം കണ്ടു, അഭിനവ കേരളം എന്ന വാരികയും കണ്ടു. ഇതെല്ലാം ആത്മവിദ്യാ സംഘത്തിന് 1917 സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇത് ആത്മവിദ്യ എന്നൊരു പുസ്തകം. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും, ഈശ്വര വിചാരം. ആത്മവിദ്യാ ലേഖമാല, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി. പുസ്തകങ്ങൾ കണ്ടോ? ഓർക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട്. പ്രാർത്ഥനയുണ്ട്, ഈശ്വരനുണ്ട്, അല്ലെ? കൊട്ടിയൂർ ഉത്സവമുണ്ട്, കുറച്ചൊക്കെ കണ്ടു. അപ്പോൾ ഒന്നും കൂടെ റിവിഷൻ പറയുകയാണ്. 85 ഏപ്രിൽ 77 ജനിച്ചു. ജന്മഗൃഹം വയലേരി വീടാണ്, കണ്ണൂർ ജില്ലയാണ്. കോരൻ ഗുരുക്കൽ വയലേരി ചീരുവമ്മ. യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. തീയർ ഫാമിലിയാണ്. 1930 അന്തരിച്ചു. VK ഗുരുക്കൽ ബാലഗുരു, ബലമാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെട്ടു. ഹിന്ദു മതത്തിൽ നിലനിന്ന പല അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പോരാടി. ബ്രഹ്മാനന്ദ ശിവയോഗി ഇദ്ദേഹത്തിന്റെ ഗുരുവാണ്. പിന്നീട് വിമർശകരാകുന്നു. പിന്നെ രാജാറാം മോഹൻ റോയ് ആണ് ഇദ്ദേഹത്തിന്റെ മാതൃക. തത്വപ്രകാശിക 1906 സംസ്കൃത വിദ്യാലയമാണ്. വാഗ്ഭടാനന്ദനാണ് കോഴിക്കോട് ജില്ലയിൽ ഇത് സ്ഥാപിച്ചത്. ഇനി അയ്യതൻ ഗോപാലന്റെ കൂടെ ചേർന്ന് ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം എന്നൊരു കാർഷിക ബാങ്ക് ആരംഭിച്ചു. രാജയോഗാനന്ദ കൗമുദി എന്നൊരു യോഗശാല സ്ഥാപിച്ചു. കോഴിക്കോട് ജില്ല, കല്ലായി. ശിവയോഗ വിലാസം വാരിക കോഴിക്കോട് നിന്ന് ആരംഭിച്ചു. ഗുരുവിനെ കണ്ടുമുട്ടിയതും 1914. നിർഗുണോപാസന അദ്വൈത ദർശനം മുന്നോട്ട് വെച്ചു. പ്രീതി ഭോജനം 1927 നടത്തി. പിന്നെ വിഗ്രഹ പ്രതിഷ്ഠയെ എതിർത്തു. ഗാന്ധിജിക്ക് വേണ്ടി വാദിച്ചു. കൊട്ടിയൂരുള്ള നീരാട്ടം എന്താണ് എന്ന് കണ്ടു. യജമാനൻ എന്ന മാസിക 1939 കോഴിക്കോട് നിന്ന് ഇറക്കുന്നു. ഇനി സുകുമാർ അഴീക്കോട് തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്നു. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയാണ്, ആചാര സന്യാസി അല്ല എന്ന് സുകുമാർ അഴീക്കോട് പറയും. ആത്മവിദ്യ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്ര. അപ്പൊ അന്ധവിശ്വാസം അനാചാരങ്ങൾക്കൊക്കെ എതിർത്തു. ആത്മവിദ്യാ സംഘം LP സ്കൂള് സ്ഥാപിച്ചു. പാഠശാല, പ്രബോധന സംഘടന, പത്ര സ്ഥാപനം, ഇഷ്ടപ്പെട്ട തൊഴില് ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ധ്യാന രീതികൾ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച 1917 സ്വതന്ത്ര ചിന്താമണി 1921 വാഗ്ഭടാനന്ദൻ. അതിന്റെ ആശയങ്ങളെ കുറിച്ചുള്ള കവിതയാണ്. ഇതിനൊരു മാനിഫെസ്റ്റ് ആത്മവിദ്യാ കാഹളമാണ്. മുഖപത്ര അഭിനവ കേരളമാണ്. 1921 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. അഭിനവ കേരളം. വാരിക ആത്മവിദ്യാ കാഹളം 29. ഉണർവിൽ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിന് അനീതിയോട് എതിർപ്പിൻ. എന്താണ് ഏറ്റുമാറ്റം? ഒരു കുടുംബത്തിലെ ആദ്യ മകനെ ദേവന് സമർപ്പിക്കുന്ന രീതിയാണ് ഏറ്റുമാറ്റം. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഒരു കുട്ടിക്ക് ബാലാവകാശങ്ങൾ നഷ്ടപ്പെടുന്നു, വിദ്യാഭ്യാസം, കുടുംബവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നഷ്ടപ്പെടുന്നു. ഇതൊരു മനുഷ്യത്വ ലംഘനമാണ് എന്ന് വാഗ്ഭടാനന്ദൻ പറയുന്നു. അങ്ങനെ അദ്ദേഹം ഇതിനെതിരെ പ്രസംഗിക്കുന്നു. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കവിത രചിക്കുന്നു.
അങ്ങനെ ജനങ്ങൾ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കടത്തനാട്ടിൽ ഇത് നിർത്തലാക്കുകയും ചെയ്യുന്നു. ഇത്രയും സെറ്റാണോ? എല്ലാവരും കമന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ചില വരികൾ കണ്ടോ? ഈ വരികളൊക്കെ തന്നിട്ട് ഈ വരികൾ ആരുടേതാണെന്ന് ചോദിക്കും. 4 സൂക്ഷിക്കുന്ന വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി സൂക്ഷിച്ച ഒത്തിരി പേരെ പട്ടിണിക്കിടുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള രീതിയിലും ഇദ്ദേഹം പറഞ്ഞു. ഇനി പ്രധാന പുസ്തകങ്ങൾ ആത്മവിദ്യ, പിന്നെയോ ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വര വിചാരം, ആത്മവിദ്യാലേഖമാല, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി. ഇനി പ്രധാന മാസികകൾ ഏതൊക്കെ? ശിവയോഗ വിലാസം നേരത്തെ പഠിച്ചില്ലേ? 2014 ശിവയോഗ വിലാസം, ബ്രഹ്മാനന്ദ ശിവയോഗി, അതിൽ നിന്നാണ് ശിവയോഗ വിലാസം. അഭിനവ കേരള 2021, ആത്മവിദ്യാ കാഹളം 2029, യജമാനൻ 39. ഈ 4 മാസികയെ കുറിച്ചും നമ്മൾ ഓൾറെഡി പഠിച്ചു. അഭിനവ കേരളം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആത്മവിദ്യാ സംഘം. ആത്മവിദ്യ സംഘത്തിന്റെ എന്നാണ് ആത്മവിദ്യാ കാഹളം. യജമാനൻ 39 ആണ്. ശിവയോഗ വിലാസം 14. ഇത്രയും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ പറയണം. ഇപ്പൊ നമ്മളിപ്പോ വീട്ടിൽ പഠിത്തിരിപ്പാട് പഠിച്ചപ്പോൾ കോശ ബഹിഷ്കരണം, കൊടമുണ്ട കോളനി, ഇങ്ങനത്തെ കുറച്ച് പേരുകൾ കണ്ടു. ചാവറയച്ചൻ പഠിച്ചപ്പോൾ വാഴത്തട വിപ്ലവം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ടേംസുകൾ നമ്മൾ പരിചയപ്പെടുന്നു, പുതിയ പുതിയ ടേംസുകൾ. അപ്പൊ ഈ ടേംസുകൾ പ്രത്യേകം എഴുതിയെടുക്കുകയും അത് ഇന്ന ആളുടേതാണ് എന്നുള്ള ഒരു ധാരണ വേണം. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ പുതിയ കുറച്ച് ടേംസ് കാണുന്നുണ്ട്. ഒന്ന് കൊട്ടിയൂർ ഇളനീരാട്ട്, ഇളനീരാട്ട് എന്ന് മാത്രം ചോദിക്കാം. ഏറ്റുമാറ്റ് അല്ലെങ്കിൽ കടത്തനാട്ട് ഏറ്റുമാറ്റ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ എന്താണ് ഈ ഏറ്റുമാറ്റ്? പേരിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോ ഇതെന്താണ്, ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ ആണ്. ഇളനീരാട്ട് നമുക്ക് ഏകദേശം ആ പേരിൽ നിന്ന് മനസ്സിലാകും. ഇനി ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എന്നാണ്? കമന്റ് ചെയ്യാം. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എന്നാണ്? 1914. കമന്റ് ചെയ്യണേ ആൻസേഴ്സ്. ആൻസർ എന്നാണ്? വാഗ്ഭടാനന്ദൻ എന്നാ കണ്ടുമുട്ടിയത്? 1914 കണ്ടുമുട്ടിയത്. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു ബാല്യകാല പേര്. ഈ പേര് മാറ്റി എന്തു കൊടുത്തു? വാഗ്ഭടാനന്ദൻ എന്ന് കൊടുത്തു. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയാണ്, ആചാര സന്യാസി അല്ല എന്ന് പറഞ്ഞത് ആരാണ്? 4 ഓപ്ഷൻ കാണാം. ബ്രഹ്മാനന്ദ ശിവയോഗി, ഗുരുദേവൻ, ഗാന്ധിജി. ആർഷ സന്യാസിയാണ്, ആചാര സന്യാസി അല്ല എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോട്. ആൻസർ എന്താണ്? സുകുമാർ അഴീക്കോട്. ആൻസർ സുകുമാർ അഴീക്കോട്. യജമാനൻ എന്ന മാസിക ആരംഭിച്ച വർഷം? 27 പ്രീതി ഭോജനം, 29 39 യജമാനൻ. 14 നാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നു. ക്ലിയർ ആണ്? 17 എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആത്മവിദ്യ സ്ഥാപിച്ചു, ആത്മവിദ്യാ സംഘം. 21 അഭിനവ കേരളം. 21 എന്ത് സ്ഥാപിച്ചത്? അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താമണി എന്ന കവിത രചിച്ചത്. അപ്പൊ യജമാനൻ എന്ന മാസിക 1939 അല്ലേ? വാഗ്ഭടാനന്ദൻ അറിയപ്പെടും മലബാറിലെ ശ്രീനാരായണ ഗുരു, തഞ്ചാവൂർ ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികൻ അയ്യാങ്കുരു. ഇദ്ദേഹം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. പിന്നെ ഗുരുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് എന്തു പറയാം? സമകാലികൻ എന്ന് പറയാം കേട്ടോ.
വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തി. സാമൂഹിക പ്രവർത്തനം ഇദ്ദേഹം മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിയാണ്. സാമൂഹിക പ്രവർത്തനം മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയി. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാ? വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏത്? എല്ലാരും കമന്റ് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുക. ഇദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചോ? ഇല്ല. ആര്യ സമാജം സ്ഥാപിച്ചോ? ഇല്ല. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. സാർവജനിക പരിപാലന സംഘം അയ്യങ്കാളി. അപ്പോൾ നമ്മുടെ ഉത്തരം ആത്മവിദ്യാ സംഘം. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ, ഇങ്ങനെ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. ആൻസർ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ ബാല്യകാല നാമം എന്താണ്? വാഗ്ഭടാനന്ദൻ ബാല്യകാല നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസിക ഏതാണ്? ഏത് മാസിക ആരംഭിച്ചത്? ശിവയോഗി വിലാസം. ശിവയോഗി വിലാസം. ജനിച്ചത് എന്ന്? വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിൽ മാസമാണ്, 27. 1885 ഏപ്രിൽ 27. ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി? വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് എന്താണ്? പൊന്നു നടാർ, കാരാട്ട് ഗോവിന്ദ മേനോൻ, സുബ്ബരായ പണിക്കർ. സുബ്ബരായ പണിക്കർ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് അല്ലെങ്കിൽ യഥാർത്ഥ നാമം. വാഗ്ഭടാനന്ദന്റെ ഗുരുവാർ. ഗുരുവാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയ. വാഗ്ഭടാനന്ദന്റെ ഗുരുവിന്റെ പേരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടി? നമുക്കൊരു 15 പോയിന്റ്സ് ഓർത്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 15 പോയിന്റ്സ് എഴുതുക. VK ഗുരുക്കൾ എന്ന് അറിയപ്പെട്ടു. വയലേരിയാണ് വീട്. കണ്ണൂർ ജില്ലയിലാണ് പാട്യം. മലബാറിലെ നാരായണ ഗുരു എന്ന് വിളിക്കുന്നു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു 1917. യജമാനൻ എന്ന പത്രം ആരംഭിച്ചു 1939. ഇനി യജമാനൻ. മറ്റൊരു കാര്യം, ഇദ്ദേഹം കൊട്ടിയൂർ ഇളനീരാട്ട് ആരംഭിച്ചു. ഇളനീരാട്ട് നിരോധിക്കുന്നതിന് വേണ്ടി, ഈ അനാചാരം നിർത്താൻ വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ നമ്മളുടെ ഏത് ടേമായിരുന്നു? നമ്മളുടെ മറ്റൊരു കാര്യം, യജമാനൻ എന്ന മാസികയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആത്മവിദ്യ എന്ന കൃതി ഓർക്കുക. ആത്മവിദ്യ കാഹളം മാനിഫെസ്റ്റോ ആണ് അതിൻ്റെത്. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ എന്ന് പറയുന്നു. എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈക്വൽ ആണ് എന്ന രീതിയിൽ പറയുന്നു. ആ വരികൾ ഓർക്കുക. പിന്നെ ഒരാൾ പണം സൂക്ഷിച്ചു വെച്ചാൽ മറ്റൊരാൾ പട്ടിണി കിടക്കും, അതിന് കാരണക്കാരനാകുന്നു എന്നുള്ള രീതിയിലുള്ള കോട്ട് പറയും. പിന്നെ ഇദ്ദേഹം 1885 ഏപ്രിൽ 27 ജനിച്ചത്. വയലേരി, ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് ഇദ്ദേഹത്തിനെ സംസ്കൃതം പഠിപ്പിച്ചത്. പിന്നെ വയലേരി എന്ന വീടാണ് ഇദ്ദേഹത്തിന്റെ ജന്മഗൃഹം. കണ്ണൂർ ജില്ലയാണ് പാട്യം. 1939 ഒക്ടോബർ 29 ഇദ്ദേഹം അന്തരിക്കുന്നത്. പ്രീതി ഭോജനം നടത്തി 1927. ക്ലിയർ ആണോ? പ്രീതി ഭോജനം. ഇത്രയും മനസ്സിലാകുന്നുണ്ടോ? മിശ്ര ഭോജനം, പ്രീതി ഭോജനം. അതുപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത് ഏറ്റുമാറ്റ് എന്ന ചടങ്ങ് ഓർക്കണം. ഏറ്റുമാറ്റ്. ഏറ്റുമാറ്റ്. ഓക്കെയാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആണ് ആത്മവിദ്യാ കാഹളം. ഓക്കെയാണ്. ഏറ്റുമാറ്റ് വരെ പിടികിട്ടി? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ദയവായി ഡൗട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക.
അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വാഗ്ബടാനന്ദൻ, വയലേരി കണ്ണൂർ കോരൻ ഗുരുക്കൾ, വയലേരി ചീരുവമ്മ, കുഞ്ഞിക്കട്ടൻ തീയർ, വി കെ ഗുരുക്കൾ ബാലഗുരു, മലബാറിലെ ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ, ബ്രഹ്മസമാജം, അയ്യതൻ ഗോപാലൻ, രാജാറാം മോഹൻ റോയി, തത്വപ്രകാശിക, അയ്യതൻ ഗോപാലൻ ബ്രഹ്മസമാജം എന്ന് ഓർക്കുക, ഊരാളുങ്കൽ രാജയോഗാനന്ദ സ്വാമി, പിന്നെ അദ്വൈത ദർശനം കണ്ടു, പ്രീതി ഭോജനം കണ്ടു, വിഗ്രഹ പ്രതിഷ്ഠ, ഗാന്ധിജി, ഇതൊക്കെ കണ്ടു. കൊട്ടിയൂർ ഇളനീരാട്ടം കണ്ടു. സുകുമാർ അഴീക്കോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ആത്മവിദ്യാ സംഘം 17. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെ മക്കളെ ഒന്നും സ്കൂളിൽ കയറ്റിയില്ല. അങ്ങനെയാണ് ഇവർ സ്കൂള് സ്ഥാപിക്കേണ്ടി വന്നത്. 24. 17 ആത്മവിദ്യാ സംഘം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെയൊക്കെ മക്കളെ സ്കൂൾ വിദ്യാഭ്യാസം തടയുന്നു. അങ്ങനെയാണ് സ്ഥാപിച്ചത്. ചില വരികൾ, പ്രധാന പുസ്തകങ്ങൾ. ഓക്കെയാണ്. പ്രധാന മാസികകളും പഠിച്ചു. അതിനുശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നായി ചെയ്യും. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? സെറ്റാണോ? വാഗ്ബടാനന്ദൻ ഓക്കെ ആണോ? ക്ലിയർ ആണ്? ഇനി ഡൗട്ട് ഇപ്പൊ ചോദിക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? ഓക്കെ ആണോ? നിർത്തട്ടെ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.